2 മണിക്കൂർ കൊണ്ട് വായിച്ചു തീർന്നു, 3 മണിക്കൂർ കൊണ്ട് 2 ദിവസം കൊണ്ട് വായിച്ചു തീർന്നു. നമ്മൾ വായിക്കുന്നില്ല, ആഴ്ന്നു വരുന്നില്ല, ആമഗ്നനാവുന്നില്ല. അങ്ങനെ ആമഗ്നനാവുമ്പോഴാണ് നമുക്ക് പറഞ്ഞ പോലെ അദ്ദേഹം ഉദ്ദേശിച്ചതോ അല്ലെങ്കിൽ എഴുതാൻ വിട്ടുപോയ സ്വപ്നങ്ങൾ എന്നുള്ള വലിയുണ്ട്. എല്ലാ എഴുത്തുകാരെ സംബന്ധിക്കുന്ന ഒരു വാസ്തവമാണ്. അവർ എഴുതാൻ ആവിഷ്കരിക്കുന്ന ഒരു രീതിയിൽ അവർ എഴുതാനിരിക്കുന്നു, പക്ഷേ പലതും അവരുടെ എഴുത്തിൽ നിന്നും പേനയിൽ നിന്നും മനസ്സിൽ നിന്നും ചോർന്നു പോവും. അതിനെ സമാന ഹൃദയനായിട്ടുള്ള ഒരാൾ പിടിച്ചെടുക്കുമ്പോഴാണ് അവിടെ വലിയൊരു സർഗാത്മകത നടക്കുന്നത്. അതാണ് വായനയുടെ സർഗാത്മകത, ക്രിയേറ്റിവിറ്റി ഓഫ് റീഡിങ്. അപ്പോൾ അവിടെ ഈ പുനഃസൃഷ്ടി വരുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ഉദ്ദേശിച്ചോ അതിനപ്പുറം നമ്മൾ ചെല്ലുന്നു. കാരണം അത് അവിടെ 2 അപ്പുറങ്ങളുണ്ട്. എഴുത്തുകാരൻ എഴുതുന്നതിലും ഒരു അപ്പുറമുണ്ട്. എഴുത്തുകാരൻ ഒരു ജീവിതം കാണുന്നു, ആ ജീവിതത്തിനെക്കുറിച്ച് എഴുതുന്നു. ആ ജീവിതത്തിനെക്കുറിച്ച് മാത്രമല്ല എഴുതുന്നത്, ആ ജീവിതത്തിന് അപ്പുറം കൂടി അദ്ദേഹം സങ്കല്പിക്കുന്നു, ആ രീതിയിൽ എഴുതുന്നു. അതുപോലെ വായനക്കാരൻ ഒരു കൃതി വായിക്കുന്നു, ആ കൃതിയിൽ കൂടിയിട്ട് അത് റിക്രിയേറ്റ് ചെയ്യുന്നു. ആ അറ്റ്മോസ്ഫിയറും ആ പെർസ്യൂട്ടും ആ വേദനയും ആ ഉദ്വിഗ്നതയും ആ കണ്ണീരും ആ ഹർഷവും എല്ലാം നമ്മൾ റിക്രിയേറ്റ് ചെയ്യുന്നു. ആ റിക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഒരു അപ്പുറം പോകുന്നു. ഒരു സ്പ്രിംഗ് ബോർഡ് എന്ന് പറയുന്ന, ഞാൻ മുമ്പൊരിക്കൽ പറയുന്ന ഒരു കുതിപ്പ്. എങ്ങനെ എഴുത്തുകാരനൊരു കുതിപ്പ്, അവൻ താഴുന്ന ജീവിതത്തിനെ വെച്ചിട്ടൊരു കുതിപ്പാണ് എഴുത്തുകാരൻ്റെ നല്ല മികച്ച കലാസൃഷ്ടി. അതുപോലെ തന്നെ ഒരു മികച്ച നിരൂപണമോ മികച്ച ആസ്വാദനമോ അയാൾ വായിക്കുന്നതിൽ നിന്നും അയാൾ റിക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നതിൽ നിന്നുള്ള ഒരു കുതിപ്പാണ്.